ഓം ശാന്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹസാഗരനായ ബാപ്ദാദ, ഗുഡ് മോർണിംഗ്. ഞാൻ ആത്മാ തിളങ്ങുന്ന നക്ഷത്രം. ഞാൻ എൻ്റെ ദിവ്യസ്വരൂപം പ്രകാശം കണ്ട് അതിലേക്ക് ലയിക്കുകയാണ്. ശരീരത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായും വേറിട്ട് കഴിഞ്ഞു. എനിക്കൊട്ടും ദേഹബോധമില്ല. ഞാൻ പൂർണ്ണമായും ആത്മ അഭിമാനിയാണ്. ഞാൻ എത്രമാത്രം ആത്മാഭിമാനിയായിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം ഞാൻ ബാബയോടുള്ള സ്നേഹത്തിൽ ലയിച്ചു ചേരുകയാണ്. ബാബയുടെ സ്നേഹം എന്നെ വളരെയധികം ആകർഷിക്കുകയാണ്. ശിവപിതാവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് പരിപൂർണമായും അലിഞ്ഞു ചേരാം. ശിവബാബയാണ് നമ്മുടെ ജീവിതം വളരെയധികം ഉയർന്നതും സ്വച്ഛവും പവിത്രവുമാക്കി മാറ്റിയത്. അങ്ങനെയുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ബാബയുടെ ഓർമ്മയിൽ മുഴുകാം. ബാബ എനിക്ക് സർവസംബന്ധങ്ങളുടെയും അനുഭവം ചെയ്യിച്ചു തന്നു. ബാബ എൻ്റെ സർവസ്വമാണ്. നമുക്ക് ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീനമാകാം. ഈ പരമോന്നതനായ നമ്മുടെ അച്ഛൻ സർവ ഖജനാവുകളും നമ്മളെ നിറച്ച് നമ്മളെ സമ്പന്നമാക്കി മാറ്റിയിരിക്കുന്നു. സർവപ്രാപ്തികളും ബാബ നമുക്ക് നൽകിയിരിക്കുന്നു. ബാബ നമ്മുടെ മേൽ അളവറ്റ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ബാബ നമ്മുടെ സർവ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി. ബാബ എനിക്ക്
അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യിച്ച് എൻ്റെ മുഴുവൻ ജീവിതവും അലൗകികമാക്കി മാറ്റി. ബാബ എന്നെ സ്വന്തമാക്കി. ഞാൻ പൂർണ്ണമായും ബാബയിലേക്ക് ലയിച്ചു ചേർന്ന അവസ്ഥ. ബാബ നമ്മളെ സ്വരാജ്യ അധികാരിയാക്കി നിശ്ചിന്ത ചക്രവർത്തിയാക്കി മാറ്റി അനേക ചിന്തകളിൽ നിന്നും നമ്മളെ മുക്തമാക്കി. അങ്ങനെയുള്ള ബാബയെ എത്ര എത്ര സ്നേഹിച്ചാലും മതിയാവില്ല. ഞാൻ വീണ്ടും വീണ്ടും ബാബയുടെ പരിശുദ്ധമായ ദിവ്യമായ സ്നേഹത്തിൽ ലയിക്കുകയാണ്. ലവ്ലീന അവസ്ഥ. നമുക്ക് ഹൃദയത്തിൽ നിന്നും ബാബയെ ഓർമ്മിക്കാം. എൻ്റെ ജീവിതം ബാബ പവിത്രതയാൽ സമ്പന്നമാക്കി. ബാബ എനിക്ക് തന്ന സമ്പത്താണ് പവിത്രത. ബാബയുടെ ബ്ലെസ്സിംഗ് ആണ് പവിത്രത. അങ്ങനെയുള്ള ബാബയുടെ ഓർമ്മയിൽ നമുക്ക് ലയിച്ചു ചേരാം. ബാബ നമുക്ക് സ്വർഗത്തിൻ്റെ രാജ്യ പദവിയാണ് തന്നിരിക്കുന്നത്. അതാണ് ബാബ തന്നിരിക്കുന്ന ആത്മീയ സമ്പത്ത്. ബാബ എനിക്ക് വേണ്ടി കൈക്കുള്ളിൽ സ്വർഗമാകുന്ന സമ്പത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഹൃദയപൂർവ്വം ഓർമ്മിക്കാം. ഹൃദയത്തിൽ നിന്നും ബാബയോട് നന്ദി പറയാം. ബാബ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ബാബയുടെ വളരെ ശ്രേഷ്ഠമായ സ്മൃതി എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ബാബയാകുന്ന പരമസദ്ഗുരുവിനെ ഓർമ്മിക്കാം. ഈ എൻ്റെ പ്രിയപ്പെട്ട സദ്ഗുരുവാണ് എന്നെ
മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അധികാരിയാക്കി മാറ്റിയത്. ഞാൻ വളരെ കടപ്പാടോടുകൂടി പരമസദ്ഗുരുവിനെ ഓർമ്മിക്കുകയാണ്. ബാബ എൻ്റെ വളരെ ലൗലിയായ സാജനാണ്. ശിവസാജൻ എന്നെ തൻ്റെ പ്രിയപ്പെട്ട സജിനിയാക്കി മാറ്റി. സാജനോടുള്ള പ്രേമത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ശിവബാബ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, ഖുദാ ദോസ്താണ്. എപ്പോഴും ഓടി വന്ന് എനിക്ക് കൂട്ടുതരികയും എന്നെ സഹായിക്കുകയും ചെയ്യുന്ന എൻ്റെ ആത്മീയ കൂട്ടുകാരൻ ബാബയാണ്. പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ്റെ സ്നേഹത്തിൽ നമ്മൾ അത്രമാത്രം ലയിച്ചു ചേരാം. ഒരു സെക്കൻഡ് പോലും ആ കൂട്ടുകാരനെ എനിക്ക് മറക്കാനേ കഴിയുന്നില്ല. ഒരു ശ്വാസത്തിൽ പോലും, സങ്കല്പത്തിൽ പോലും എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത അത്ര എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ബാബ. ശിവബാബ എൻ്റെ പരമപ്രിയതമനാണ്. ആ പരമപ്രിയതമൻ്റെ സ്നേഹത്തിൽ ലയിച്ച് ഞാൻ ദേഹത്തെ മറന്നു, ദേഹബന്ധങ്ങളെ മറന്നു, ദേഹത്തിൻ്റെ ലോകം മറന്നു, അത്യധികമായ ആകർഷണത്തിൽ ഞാൻ എൻ്റെ മധുരമായ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. എനിക്കെൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഒരു പ്രയാസവുമില്ല. കാരണം അത്രമാത്രം ശിവബാബയാകുന്ന പ്രിയതമൻ എന്നെ സ്നേഹിക്കുന്നു. ആഹാ, എൻ്റെ മധുരമായ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, അങ്ങ് എൻ്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റി. ഞാൻ ബാബയോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിൽ നിന്ന് ബാബയോടുള്ള ആ സ്നേഹം വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ചുറ്റിലും സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു.
നമുക്ക് ആ പരമമായ പ്രിയതമൻ്റെ കൂടെ കമ്പൈൻഡ് ആവാം. ഈ പ്രിയതമൻ അനേക ജന്മങ്ങളിലേക്ക് എന്നെ സർവഗുണസമ്പന്നമാക്കി 16 കല സമ്പൂർണമാക്കി സമ്പൂർണ്ണ നിർവികാരിയാക്കി മാറ്റിയിരിക്കുന്നു. ബാബ സർവശക്തികളും തന്ന് എന്നെ ഫുൾ ചാർജ് ചെയ്തിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, എൻ്റെ മധുരമായ ബാബ, എൻ്റെ ഹൃദയം ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ബാബയുടെ നിസ്വാർത്ഥമായ നിർമ്മലമായ ദിവ്യമായ സ്നേഹത്തിലേക്ക് ലയിച്ചു ചേരുകയാണ്, ഇഴുകിച്ചേരുകയാണ്, മുഴുകുകയാണ്. ബാബ എന്നെ 1000 കൈകളോടുകൂടി എന്നെ പാലിക്കുകയാണ്. ബാബയുടെ ഛത്രഛായയിൽ കുടക്കീഴിൽ സുരക്ഷിതമാക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സർവോത്തമമായ ഒരു ശക്തിയാണ് ബാബ. ബാബയെ ഓർമ്മിച്ച് നമുക്ക് ലഹരി പിടിച്ചിരിക്കാം. തൻ്റെ സർവശക്തികളും ബാബ എനിക്ക് വിൽ ചെയ്ത് തന്നിരിക്കുന്നു. ബാബ തനിക്കുള്ളതെല്ലാം തന്നെ എനിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ ബ്രഹ്മത്തിൽ വസിക്കുന്ന മഹാജ്യോതിയിൽ, ആ മഹാജ്യോതിയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുകയാണ്. ബാബയുടെ ലൈറ്റും മൈറ്റും സദാകാലത്തേക്ക് ഞാൻ ആത്മാവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസുമായി തീർന്നിരിക്കുന്നു. ഏത് ശബ്ദത്തിലാണ് പരമജ്യോതിയെപ്പറ്റി, എൻ്റെ ബാബയെപ്പറ്റി ഞാൻ മഹിമ പാടാൻ കഴിയുന്നത്? ബാബ എന്നെ മാസ്റ്റർ സർവശക്തിമാനാക്കി, സർവസമ്പത്തിൻ്റെയും അധികാരിയാക്കി, കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാക്കി,
വിശ്വമംഗളകാരിയാക്കി. ഇങ്ങനെയെല്ലാം ബാബ എന്നെ പരിവർത്തനപ്പെടുത്തി. ബാബ എന്നെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റി. ബാബ എന്നെ വിജയരത്നമാക്കി മാറ്റി. ബാബ വിഘ്നവിനാശകനാക്കി എന്നെ മാറ്റി. മാസ്റ്റർ ദുഃഖഹർത്താവും സുഖകർത്താവുമാക്കി എന്നെ മാറ്റിയിരിക്കുന്നു ബാബ. എന്നെ ബാബ പൂജ്യനാക്കി മാറ്റി, പൂർവജനാക്കി മാറ്റി. ബാബ എന്നെ കൽപ്പവൃക്ഷത്തിൻ്റെ ആധാരമൂർത്തിയാക്കി മാറ്റി. തൻ്റെ കൺമണിയാക്കി മാറ്റി, സന്തുഷ്ടമണിയാക്കി മാറ്റി. അങ്ങനെയുള്ള ബാബയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിച്ചാലും ഒരിക്കലും മതിയാവില്ല. ഈ അമൃതവേള മുഴുവൻ സമയവും ബാബയുടെ ഓർമ്മയിൽ ലയിച്ചു ചേർന്നിരിക്കാം, കമ്പൈൻഡായിരിക്കാം. ഓം ശാന്തി.